ആനന്ദ് കൊച്ചുകൂടി, ഇനി വാർത്താ സമ്മേളനം വിളിച്ച് ഇത് വ്യക്തമാക്കലോ അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അത് വിശദമാക്കലോ ഒന്നുമല്ല, പത്രം ഓഫീസുകളിൽ കയറി ശരിയാക്കി കളയും എന്നാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതെങ്കിൽ അത് സ്വാഭാവികമാണ്, അത് മൗലിക അവകാശമാണ് എന്നാണോ കരുതേണ്ടത്? അല്ല, ഈ ശ്രീ കെ സുരേന്ദ്രന് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ആ പദവിയുടെ മഹിമ മനസ്സിലാക്കാതെ പലപ്പോഴും പല പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. പണ്ട് അദ്ദേഹം ഒരു ചാനലിൽ ഒരു വക്താവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ യുവമോർച്ചയുടെയൊക്കെ അധ്യക്ഷനായിരുന്ന കാലത്തൊക്കെ സ്ഥിരം അദ്ദേഹം ചാനലുകളിൽ കയറി പല രാഷ്ട്രീയ പ്രസ്താവനകൾ, ഇപ്പോൾ പണ്ട് സോളാർ കേസിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം സ്ഥിരം ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളിലൊക്കെ വന്നിരുന്ന് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്പേസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആ ചാനലുകളിൽ കൂടി വളർന്ന ഒരാളാണ് ഈ കെ സുരേന്ദ്രൻ. പിന്നീട് ഒരു കാലത്ത് അദ്ദേഹം ഇതേ ചാനലുമായിട്ടും ഇതേ ആങ്കറുമായിട്ടും ഒക്കെ വലിയ സ്പർദ്ധ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വശത്ത് നിന്ന് അദ്ദേഹവും ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു വശത്ത് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു BJP അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, അതും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഭരണത്തിലുള്ള ഒരു പാർട്ടിയുടെ കേരളത്തിൽ ഈ പാർട്ടി എത്ര ചെറിയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ വളരുന്ന ഒരു പാർട്ടി തന്നെയാണ്. ദേശീയ തലത്തിൽ 3 ടേമായിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത അദ്ദേഹം കളഞ്ഞു കുളിച്ച പല സന്ദർഭങ്ങളുണ്ട്. അതിൽ പത്രക്കാരെ കുറ്റം പറയാതെ അദ്ദേഹം സ്വയം കണ്ണാടിയിൽ നോക്കുന്നതിന് പകരം ഇതുപോലെ ഓരോ തവണയും പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, അത് ഇടയ്ക്ക് ചില ആൾക്കാരെ, വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയാണ്, ഇടയ്ക്ക് മാധ്യമങ്ങളെ ഒന്നടങ്കമാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ കുറ്റങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പോരായ്മകൾ, അതിനെക്കുറിച്ച് ബോധവാനാകുന്നില്ല, അല്ലെങ്കിൽ അതിനെ അദ്ദേഹം അത് കണക്കിലെടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ശബരിമല ആണല്ലോ അദ്ദേഹത്തിന് വീണ്ടും രണ്ടാമത് കേരളത്തിൽ BJPയുടെ ഒരു പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരാനുള്ള അദ്ദേഹത്തിന് ഏറ്റവും ഊർജം പകർന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ശബരിമല കാലത്ത് അദ്ദേഹം നടത്തിയ പ്രക്ഷോഭവും അവിടെ ഈ ജയിലിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അന്ന് PS ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള BJPക്കാരും ജനം TV എല്ലാം കൂടി വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, പലരും ഈ ശരിക്കുള്ള വിശ്വാസികളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന വിശ്വാസികൾ വേറെ, ശരിക്കുള്ള വിശ്വാസികൾ വേറെ. ഇപ്പോൾ ശരിക്കുള്ള വിശ്വാസികൾ അന്ന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന ഒരു കാഴ്ച പല ചാനലുകളുടെ ക്യാമറകളിലും പതിഞ്ഞു. അത് വിഷ്വൽ ഷെയർ ചെയ്തു, അത് ജനങ്ങൾ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്തൊരു കാര്യമാണ്. അതിന് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ ചാനലുകളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടറെ കുറ്റം പറയുകയോ ക്യാമറാമാനെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല പരാജയങ്ങൾ, ഇപ്പോൾ ഈ ചാനലുകൾ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഈ CK ജാനുവിന് പണം കൊണ്ട് കൊടുക്കുന്ന കാര്യം, പിന്നെ K സുന്ദര എന്ന് പറയുന്ന മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ തുനിഞ്ഞ അല്ലെങ്കിൽ മുൻപ് മത്സരിച്ചിട്ടുള്ള ആ BSP സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം രൂപ കൊടുക്കുകയും ഫോൺ കൊടുക്കുകയും ആ കേസ്, അതുപോലെയുള്ള വിവാദങ്ങളിൽ പെടുക. പിന്നെ അതിനെല്ലാം ഉപരി വലിയ ഇന്നും തിരൂർ സതീഷ് ഇതിനെക്കുറിച്ച് വലിയ ഒരു ദീർഘമായ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഈ കൊടകര കുഴൽപ്പണ കേസിലെ അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് ഇത് BJPയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ എതിരെ BJP പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ, ഞാനിപ്പോൾ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവായതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് നേരെ ഇതെല്ലാം വരും, അല്ലെങ്കിൽ ഇതൊന്നും വരില്ല. അങ്ങനെയല്ല, ഇതെല്ലാം അദ്ദേഹത്തിന് നേരെ വരുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് അതുപോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്വയം അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തെ നേതാവായി പാടിപ്പോഴ്ത്തുന്ന അദ്ദേഹത്തിൻ്റെ അണികളൊന്നും അദ്ദേഹത്തോട് അത് പറഞ്ഞ് ബോധിപ്പിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. പക്ഷെ അതിനുപരി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ കുതിര കയറിയാൽ അതിപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡിങ്ങിനെ കൂടി ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഇനിയും 2 വർഷം അദ്ദേഹത്തിന് ടേം
കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. ആ സാധ്യതയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഒഫീഷ്യലി അദ്ദേഹത്തിന് ഒരു 2ാം ടേം BJP അധ്യക്ഷനായിട്ട് കിട്ടിയിട്ടില്ല. 3 വർഷത്തെ ആദ്യത്തെ ടേം കഴിഞ്ഞിട്ട് ഈ BJPയുടെ ദേശീയ അധ്യക്ഷന്റെ പോലെ തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ 1 വർഷം കൂടി അദ്ദേഹത്തെ തന്നെ BJP അധ്യക്ഷനായിട്ട് നിലനിർത്തും എന്ന് BJPയിൽ ഒരു അൺഒഫീഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് കേട്ടിരുന്നു. ഇനിയിപ്പോൾ പാലക്കാട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിനെന്തെങ്കിലും മാറ്റം വരുമോ? ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ശോഭാ സുരേന്ദ്രനും MT രമേശും പോലെയുള്ള ആൾക്കാരൊക്കെ, വി മുരളീധരൻ അടക്കമുള്ള ആൾക്കാരൊക്കെ BJP അധ്യക്ഷ പദവിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം സ്വയം ഇങ്ങനെ ഈ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ട് വിവാദത്തിൽ വീണ്ടും പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസരം വീണ്ടും നഷ്ടപ്പെടുത്തുന്നു എന്നൊരു കാര്യത്തിലേക്കാണ് ഇത് എത്തുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ട്, അവരോട് കൂടിയാണോ ഇത് പറയുന്നത് എന്നുള്ളതാണ് സംശയം. അതായത് മാധ്യമങ്ങളോട് എന്ന് പറയുമ്പോൾ തനിക്കെതിരെ പരാതി, അതായത് അധ്യക്ഷനോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന പാർട്ടിയിലെ മറ്റുള്ളവരുണ്ടല്ലോ, ആ പേരുകളെല്ലാവരും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുന്ന മറ്റുള്ളവരെല്ലാവരും, അവരോടൊക്കെ കൂടിയാണോ ഉദ്ദേശിക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കണം, കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവരോടുകൂടി ആയിരിക്കുമോ? അത് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കലായിട്ട് അങ്ങനെ വല്ല കാര്യവുമാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഈ എറണാകുളത്ത് BJPയുടെ മീറ്റിംഗ് നടന്ന ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം, അരമണിക്കൂർ പത്രസമ്മേളനം ഞാൻ ശ്രദ്ധാപൂർവ്വം കണ്ടു. അരമണിക്കൂർ അദ്ദേഹം പരിഹാസത്തോടെയാണ് മാധ്യമങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടി അതിൻ്റെ ടോൺ മാറുന്നു. അദ്ദേഹം കുറച്ചുകൂടി ദേഷ്യത്തോടെ പറയുന്നു, ഈ വാർത്തകളെല്ലാം പച്ചക്കള്ളമാണ്, ഇതെല്ലാം വ്യാജ വാർത്തകളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം ഈ വ്യാജ വാർത്തയാണ് എന്ന് കൂട്ടിക്കോ. ഇതിപ്പോ വാർത്തകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈവ് വാർത്തകൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ ലൈവ് ഇവിടെ കേരളത്തിൽ 12 ഒരു ഡസനിൽ കൂടുതൽ ചാനലുകളുണ്ട്. പലപ്പോഴും ഈ പത്രങ്ങളെ പോലെ ഫാക്ട് ചെക്കിംഗ് ഒന്നും നടത്താൻ ചാനലുകളുടെ കിടമത്സരത്തിനിടയ്ക്ക് പറ്റാറില്ല. പല ചാനലുകളും വ്യാജ വാർത്തകൾ കൊടുക്കാറുണ്ട്. അതിപ്പോ ഒരു ചാനൽ ഇപ്പോൾ ഒരു യുവതി ഒരു സ്ത്രീയെ 3 തവണ 3 ഉദ്യോഗസ്ഥർ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് PV അൻവറിന്റെ കൂടെ ഒരു സ്ത്രീ ഒരു ചാനലിന്റെ പണം വാങ്ങി ആരോപണം ഉന്നയിച്ച കാര്യം ഈ കഴിഞ്ഞ 1 മാസത്തിൽ നടന്ന ഒരു കാര്യമാണ്. 1-2 മാസത്തിനുള്ളിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. അത് റിപ്പോർട്ടർ ചാനലിന്റെ പേരിലാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. ചാനലുകൾ പലപ്പോഴും കിടമത്സരത്തിന്റെ പേരിൽ അവർക്ക് തെറ്റായ വാർത്തകൾ അവർ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ചിലതിനൊക്കെ അവർ അത് മാപ്പ് പറയാറോ അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് പറയാറോ ഉണ്ട്. പക്ഷെ കൂടുതലും അങ്ങനെയുള്ള വാർത്തകൾ വന്നാൽ ആരും അത് പത്രങ്ങളെ പോലെ ഖേദ പ്രകടനങ്ങളൊന്നും നടത്താറും ഇല്ല. പക്ഷേ ഇത് BJPക്കെതിരെയോ സുരേന്ദ്രനെതിരെയോ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. ഇവിടെ എല്ലാ പാർട്ടികൾക്കെതിരെയും, പിണറായി വിജയനെതിരെയും കോൺഗ്രസിനെതിരെയും CPM-നെതിരെയും മറ്റു പാർട്ടികൾക്കെതിരെയും, ഇപ്പൊ ഇന്നലെ കേരള കോൺഗ്രസിനെതിരെ ഒരു വാർത്ത മനോരമയിൽ വന്നതിനെ കുറിച്ച് ജോസ് കെ മാണി ഇപ്പോൾ UDF-ലേക്ക് പോകും എന്ന് പറഞ്ഞൊരു വാർത്ത മനോരമയിൽ വന്നു. അത് തെറ്റാണെന്നൊക്കെ ജോസ് കെ മാണിയും മറ്റു പലരും, ഇന്നിപ്പോ VD സതീശൻ ഉൾപ്പെടെ പറയുന്നു. പക്ഷെ ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ മനോരമയിൽ പോയി അത് ഞങ്ങൾ അവരെ ഇപ്പൊ ശരിപ്പെടുത്തും എന്ന ജോസ് കെ മാണിയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വാർത്തകൾ പല അന്തരീക്ഷത്തിൽ നിന്ന്, പല സോഴ്സുകളിൽ നിന്ന്, ഇതെല്ലാം ഇൻസൈഡർ ലീക്കിംഗ്, രണ്ട് വിഷയത്തിനകത്ത് മറുപടി പറയാൻ ശ്രീ ഷാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരാം.